വയലൻസ് 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 ഇതാണ് ഇപ്പോൾ സിനിമേൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള മത്സരമായിരുന്നു സത്യം പറഞ്ഞാൽ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ആൾക്കാർ എടുക്കുക അല്ലേ. ഒരു കഥാ തന്തു എന്ന് പറയുന്നത് നന്മയും തിന്മയും, അതിൽ നന്മ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് എന്താ തിന്മയും തമ്മിലുള്ളതാണ് ഈ കഥയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിന്മയുള്ള കഥയ്ക്കകത്ത് ഏതറ്റം വരെയും പോവാം. അതിൻ്റെ അകത്ത് തീ കൊണ്ട് കത്തിക്കാം, രക്തം കൊണ്ട് കുളിപ്പിക്കാം, മണ്ണുകൊണ്ട് മൂടിക്കാം, വലിയ തിന്മ വിജയിക്കും. അതിൻ്റെ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാൻ പറ്റുന്നോ അതാണ് ഇപ്പോൾ നോക്കുന്നത് ഈ വയലൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു പരിധി വരെ യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഇത് നമ്മൾ ചിലപ്പം ഒരു തിന്മ മനോഭാവം ഇല്ലാത്ത ഒരാൾ ഈ സിനിമ കണ്ടുകൊണ്ട് ഒരു വലിയ രീതിയിൽ എന്തെങ്കിലും വയലൻസ് നടത്താൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു തിന്മയുടെ അംശം ഉള്ളിലുള്ളവൻ, ഒരു വയലൻസ് അകത്തുള്ളവൻ്റെ മുന്നിൽ ഇത് വളരെ രീതിയിൽ സ്വാധീനിക്കും. അവനായിരിക്കും ഈ പറയുന്ന കൊല്ലാനും വെട്ടാനും ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലങ്ങളിലായിട്ട് ഇറങ്ങുന്ന വയലൻസ് സിനിമകളെല്ലാം ഈ യുവാക്കളാണ് കൂടുതലും പോയി കാണുന്നത് എന്നുള്ളതാണ്. അവരിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 30% വരുന്ന യുവാക്കൾ ഈ പറയുന്ന ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അടിമകളായി മാറുകയാണ്. അവരാണിത് പോയിരുന്നത്, ഇതൊക്കെ അടിച്ചിട്ടാണ് അവിടെ പോയിരുന്ന സിനിമ കാണുന്നത്. അപ്പോൾ അവൻ ഏത് മൂഡിലാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറയാൻ പറ്റും.